എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 121. ഓക്കെ, അപ്പോൾ എപ്പിസോഡിന്റെ തന്നെ പ്രെസ് കോൺഫറൻസ് അങ്ങോട്ട് ഒരുപാട് പേര് പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. അതുപോലെ 5 ഗ്രേറ്റ് ഫാമിലി ഉള്ളവർ അങ്ങോട്ട് വരുന്നു. ജിയോനും വരുന്നുണ്ട്. അവൻ നോക്കുന്നത് സോൾ ഹാളിൽ നിന്ന് ആരാണ് വരുന്നത് എന്നാണ്. എന്നെ കണ്ടില്ല എന്ന ആ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. മേ ബി കൂമു ആകണം, കൂമ മൂകു. അത് കഴിഞ്ഞ് അവർ ഇരിക്കുമ്പോഴാണ് ഒരു സ്ട്രോങ് അവർ അങ്ങോട്ട് വരുന്നത്. ഷുവാനാണ് വന്നത്. അതുപോലെ ഷുവാനി എന്ന പേരുള്ള ഒരു ലേഡിയും ടൈൻലി എന്ന ഒരാളും ഉണ്ട്. അവരുടെ സ്ട്രോക്ക് അവരെ കണ്ട് അവർക്ക് തന്നെ അതിശയം. അവരാണ് പിൽസ് പഗോഡയിലെ ഗ്രേറ്റ് 3 മാസ്റ്റേഴ്സ്. ഷുവാൻ മുന്നോട്ട് വന്നിട്ട് ആൽക്കമിസ്റ്റിനെ വെൽക്കം ചെയ്യുന്നു. ഞാൻ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. പിൽസ് കോൺഫറൻസ് 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നാമത് സോളുലിഷൻ വേൾഡ്, അത് ഒരു ടൈം മെഷീനിലേക്ക് അവർ എത്തിക്കും. നേരെ രണ്ടാമത്തെ പിൽസ് വേൾഡിലേക്ക് പോകാം. എന്നാൽ അവിടുത്തെ ചലഞ്ച് കഴിയാതെ വന്ന അവർ ഡിസ്ക്വാളിഫൈ ആകും. ഈ ചൊങ്ങ് പറയുന്നുണ്ട് ഇതത്ര പാടല്ലെങ്കിലും കെയർഫുൾ ആകണം. രണ്ടാമത്തേത് പിൽസ് വേൾഡ്. അവിടെ എത്തുമ്പോൾ അവർക്ക് വേണ്ട മെഡിസിൻ മെറ്റീരിയൽസ് തരും. അത് കണ്ടുപിടിച്ച് സ്പേസ് സ്റ്റോൺ ഉപയോഗിച്ച് ഫൈനൽ പിൽസ് മേക്കിംഗ് കോമ്പറ്റീഷനിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്രാവശ്യം ഫസ്റ്റ് ആകുന്നവർക്ക് പിൽസ് പഗോഡയിലെ മാസ്റ്റർ ആകാൻ മാത്രമല്ല ഏൻഷ്യന്റ് സോൾ ട്രെയിനിങ് റെക്കോർഡ് അതും കിട്ടും. അത് ഉപയോഗിച്ച് ലെവൽ 8 ഇല്ലെങ്കിൽ 9 ലെവൽ ആൽക്കമിസ്റ്റിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ കഴിയും. അത് കേട്ട് എല്ലാവർക്കും അതൊരു ലെജൻഡറി ട്രഷർ തന്നെയാണ്. അധികമായ അത്രയും ലെവലിൽ എത്തിയിട്ടില്ല. അതെടുക്കാനായിട്ട് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ശിവന് എന്ത് വില കൊടുത്തത് എടുക്കും എന്ന് ഉറപ്പിച്ച് തന്നെ. ഈ ഫൈറ്റിംഗ് സ്പിരിറ്റ് വേണം എന്ന് ടൈൻഹു അവരുടെ പിൽസ് കോൺഫറൻസ് തുടങ്ങി. എല്ലാവരും പോകാനായിട്ട് പറയുമ്പോൾ എല്ലാവരും അതേ കണക്ക് കേട്ടുടനെ പോകാനായിട്ട് തുടങ്ങി. അവർ വരോ എന്ന് ചോദിക്കുമ്പോൾ 3000 ബേണിംഗ് ഫ്ലെയിം, ഏത് ഹെവൻലി ഫ്ലെയിമിനെ ചോദിക്കാൻ വലുതാണ്, ഉറപ്പായും സോളുകൾ വരും എന്ന് ടൈൻലി. അപ്പോൾ ശിവൻ അവർ എടുക്കാൻ ഞാൻ സമ്മതിയില്ല. ഇപ്രാവശ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മെയിനായിട്ട് ഷിയോയാൻ 5 ഗ്രേറ്റ് ഫാമിലിയിലെ ഫസ്റ്റ് നേടിയ ആ പയ്യനാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അതുമല്ല ആ യാവച്ചന്റെ ഡിസബിൾ കൂടിയാണ്. അത് കേട്ട് ശിവാനിക്ക് ഒന്ന് ഷോക്കായി. ഷിയോയന്റെ കൂടെ സോളായിട്ട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ സോൾ ഹാളിന്റെ പിടിയിലായി. ഇത് കഴിഞ്ഞ് അവർ യാവച്ചനെ രക്ഷിക്കാൻ പോകും എന്ന് പറയുമ്പോൾ ശിവാനിയെ ആര് പറഞ്ഞു യാവച്ചനോട് എടുത്തു ചാടാൻ? പിൽസ് പഗോഡയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ സോൾ ഹാളിനെ ടാർഗറ്റ് ചെയ്തു. എന്നാൽ അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു. ഇതവൻ ഡിസർവ് ചെയ്യുന്നുണ്ട്. അതായത് ആർക്ക് ടെൻഷൻ ആയില്ലെങ്കിലും നീ മാത്രം അങ്ങനെ പറയില്ല. ഏറ്റവും കൂടുതൽ വറീഡായത് നീയാണ്. ടൈൻലി അപ്പോൾ അതെ, അവനെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് പ്രാവശ്യം ഫോഴ്സിന് വിട്ടു, എന്നാൽ കിട്ടിയില്ല. നമുക്ക് അത് അറിയാവുന്നതാണ്. എന്നാൽ ശിവന് അത് ഞാൻ ഒന്നും അവനോർത്ത് കെയർ ചെയ്യുന്നില്ല. ജീവിച്ചാലും മരിച്ചാലും എനിക്കെന്താ എന്ന രീതി. എങ്കിലും ശിവനെ ഇത് മീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഫസ്റ്റ് ചലഞ്ച് നേരെ കാണുന്ന പോർട്ടലിൽ കൂടി പോയാൽ മതി. എന്നാൽ ചലഞ്ച് അങ്ങോട്ട് പോകുമ്പോഴാണ് ഇലൂഷനാക്കി കളയും. അവർക്ക് എന്താണ് വീക്ക്നെസ് ആയിട്ടിരിക്കുക അതായിരിക്കും ഇലൂഷനായിട്ട് വരിക. അത് അവരുടെ കാണിക്കുന്നുണ്ട്. പെണ്ണായിട്ടും പടമായിട്ടും പണമായിട്ടും സ്ക്രോളായിട്ടും അങ്ങനെ പല പല രീതിയിൽ. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എങ്കിലും ചലഞ്ച് പാസ്സാകാം എന്ന് പറഞ്ഞ് അവൻ പയ്യെ മുന്നോട്ട് തുടങ്ങുന്നു. അപ്പൊ തന്നെ പയ്യെ പോകുമ്പോൾ തന്നെ ഇലൂഷൻ അറ്റാക്ക് അവന് ചെയ്തിട്ട് തുടങ്ങി. ആ മാക്സിമം പിടിച്ചെടുക്കാൻ നോക്കി എന്നെ കഴിഞ്ഞില്ല. അവൻ കണ്ണുറക്കുമ്പോൾ ഒരു വെള്ളത്തില് ആ പ്ലേസ് മെഡിസയുടെ സ്ഥലമായിരുന്നു. അവർ ഒരുമിച്ചുണ്ടായിരുന്നു സംസാരിച്ചതും. അതെല്ലാം ആലോചിക്കണം. അപ്പോഴാണ് ഒരു സൗണ്ട്. എല്ലാ മീനുകളും നിന്നെ കണ്ട് പേടിച്ചു കൊടുക്കണല്ലോടാ. മാസ്റ്ററും കണ്ട ആവശ്യമൊക്കെ അതിനേക്കാൾ അവന്റെ അച്ഛനടുത്ത് തൊട്ടടുത്ത് ഉണ്ടായിരുന്നു. നിങ്ങളെന്താ ഇവിടെ എന്ന അതിശയത്തോടെ. അത് കേട്ട് നീ എന്താടാ അതിശയിക്കുന്നത്? അവനൊന്നും മനസ്സിലായില്ല. ഒരു ചൂണ്ടെടുത്തിട്ട് മീൻ പിടിക്കാൻ പറയുന്നു. അങ്ങനെ അത് പിടിക്കാനായിട്ട് തുടങ്ങി. ഇത് ഇല്യൂഷനാണെന്ന് അവനപ്പോൾ ഓർമ്മയില്ല. അങ്ങനെ മീൻ പിടിക്കുന്നത് കിട്ടിയില്ല. ശിവന്റെ ചൂണ്ടിലൊന്ന് പോയി ഒളുത്തി അത് വലിക്കാൻ നോക്കിയെന്നാൽ പറ്റില്ല. അവർ 3 പേരും കൂടെ വലിക്കാനായിട്ട് തുടങ്ങി. ഞാൻ പഠിപ്പിച്ചത് നീ ഒന്നും മറന്നില്ല. അവൻ ഒരുമിച്ച് വലിച്ച് വയ്യ വരുന്നത് അവർ വിചാരിച്ചതിലധികം വലിയപ്പോഴുള്ള ഒരു മോൺസ്റ്റർ മീനായിരുന്നു. അതവരെ ബോട്ട് തന്നെ ഇല്ലാതാക്കി. അവൻ താഴേക്ക് പോകുന്നു. അവന്റെ അച്ഛനും മാസ്റ്ററും അകന്നു പോകുന്നു. അതുകൊണ്ട് അവൻ പിടിക്കാൻ നോക്കിയെന്നാൽ കഴിയുന്നില്ല. പെട്ടെന്നാണ് അവന്റെ അച്ഛൻ ചാട്ടിയ മലയുടെ എഡ്ജില്. അതുപോലെ യൂണറിന്റെ അടുത്ത് സോൾഹാള് നിനക്കിവിടെ ആരെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരുന്നുണ്ട്. മെഡുസയുടെ കാര്യവും അതുപോലെ ഇഷേന്റെ കാര്യം ഇവരാരെയും അവനെ രക്ഷിക്കാൻ ആ ടൈമിൽ കഴിഞ്ഞില്ല. അവന്റെ പാസ്റ്റിലെ ആ ലൈഫിൽ നടന്ന പല ഇൻസിഡന്റും എല്ലാം ഒറ്റടി വന്നു ഡെഡായ ഇതെല്ലാം അവസാനിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും അവ കണ്ണടയ്ക്കുന്നു. ഒരു ഒറ്റപ്പെട്ട പ്ലേസിൽ അവ നിൽക്കുവാണ്. ഞാൻ ഡിസർവ് ചെയ്യുന്നത് മരിക്കാനാണോ? ഞാൻ എൻ്റെ ലൈഫിൽ ആരെയും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവ ക്യൂമൻഡസ് വന്നിട്ട് അവരെ രക്ഷിക്കണമെങ്കിൽ നീ സ്ട്രോങ് ആവണം. ക്യൂണർ അവനോട് ഞാൻ വെയിറ്റ് ചെയ്യണം. അതുപോലെ മാസ്റ്റർ എൻ്റെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആണ്. അവൻ്റെ അച്ഛൻ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഷിയ ഫാമിലി ഗീവപ്പ് ചെയ്യല് എന്ന് പറഞ്ഞു തുടങ്ങി. അവൻ്റെ കൂടെയുള്ള എല്ലാവരും അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് അതെല്ലാം ആലോചിച്ചിട്ട് ഞാൻ പുറകോട്ട് പോയില്ല. അവർ ഉറപ്പായി രക്ഷിക്കും. കുറെ നാൾക്ക് ശേഷമാണെങ്കിലും അവർ എൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഹാപ്പി ആയിട്ടിരുന്നു. എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത ജേർണി ഏറ്റവും വളരെയധികം ഡേഞ്ചറാണ് എങ്കിലും എന്തിനേലും ഇതിനവസാനം കൊണ്ടുവരും എന്നുറപ്പിച്ച് അവൻ പറഞ്ഞു. അവൻ്റെ സ്പിരിച്വൽ പവർ ഉപയോഗിച്ച ഇല്യൂഷനെ ബ്രേക്കാക്കി അതിനുള്ളിലേക്ക് പോയി. അവിടുന്ന് പിൽസ് വേൾഡിലേക്കും പോയി. അത് കഴിഞ്ഞ് ആ പിൽസ് വേൾഡിലേക്ക് എത്തിയപ്പോൾ സ്പേസ് സ്റ്റോൺ ഒരു മാപ്പ്. ആ മാപ്പിൽ അവന് വേണ്ട മെറ്റീരിയൽസ് ലൊക്കേഷൻ എല്ലാം കണ്ടുപിടിക്കണം. എന്നാൽ മാപ്പ് അത് വളരെയധികം വലുതാണ്. ഏകദേശം ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്ത് കാണിക്കുള്ളൂ. അത് കിട്ടിയ സ്പേസ് സ്റ്റോൺ ബ്രേക്ക് ചെയ്ത്
ചെയ്ത് അതിൽ നിന്ന് പുറത്തു വരാം. പിന്നെ അവരുടെ ലൈഫ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫെയിലാകുമോ എന്നൊക്കെ നോക്കാൻ. അവൻ ഇത് വലിയൊരു മാപ്പാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരെണ്ണം എടുക്കാം അതിനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയി എന്തോ കണ്ട് നോക്കുമ്പോൾ 1000 ജെംസ് ആൾറെഡി അവൻ്റെ ഉണ്ട്. മാസ്റ്റർ പറഞ്ഞുകൊണ്ട് 100 വർഷം കഴിഞ്ഞതാണെങ്കിൽ സ്പിരിച്വലായിട്ട് എന്തുവാണോ കണ്ടുപിടിക്കാം. ഇപ്പോൾ തേടുന്നത് സ്പിരിച്വൽ ഒബ്ജക്റ്റ് ആകും എന്ന് മനസ്സിലാക്കിയിട്ട് അവൻ നോക്കുന്നു. അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയത് ഒരു എർത്ത് ജേഡ്, എർത്ത് ഹാർട്ട് ജേഡ അങ്ങനെ എന്തോ ഒന്ന്. അത് ഹെവൻലി ഫ്ലെയിമായിട്ട് മെർജ് ചെയ്യാൻ കഴിയും. എർത്ത് കോർ എസൻസ് ആയിട്ട് ഉപയോഗിക്കാനും കഴിയും. സോൾ ഫോർജ് അത് ചെയ്യാനും കഴിയും. അതെന്തൊക്കെയാണെന്നൊക്കെ പോയി മനസ്സിലാവുമായിരിക്കും. അവിടെ ആരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തു വരാൻ പറയുമ്പോൾ ഒരാൾ വന്ന് ഡൗസോൺ 2 സ്റ്റാർ ആയ നീയാണോ ആ എർത്ത് ഹാർട്ട് ജേഡ് എനിക്ക് വേണം, എനിക്ക് സംസാരിച്ചെടുക്കാൻ ടൈമില്ല എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും എന്താ പറയാനായിട്ട് തുടങ്ങി. ശരിയായ പപ്പാച്ചെടുത്ത് റെഡിയായി. ഡൗസോൺ 8 സ്റ്റാറോ 8 അവനടിച്ചേക്ക് എന്ന് മാത്രം പറഞ്ഞു. പിന്നൊന്നും നോക്കണ്ട, അയാളെടുത്ത് അലക്കാനായിട്ട് തുടങ്ങി. അയാൾ എതിർക്കാനൊക്കെ നോക്കിയെന്ന് നടന്നില്ല. ഫാർണൈസ് പോലുള്ളതൊക്കെ വെച്ച് നോക്കി അതും പൊട്ടിച്ച് അടിച്ച് തെറിപ്പിച്ചു. ഇനി നിന്ന പണിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓടടാ ഓട്ടം. പുറകെ പോയില്ല, കാരണം ടൈം വേസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഒരുപാട് പേരെ നിർത്തി സോങ്ക്യുങ്ങും കാവയിങ്ങും അവരോട് സോങ്ക്യുങ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട മെഡിസിൻ ഇവിടെ ഉണ്ട്, എന്നാൽ ഇതിനുള്ളിൽ ലെവൽ 8 ബീസ്റ്റുകൾ ഉണ്ടാകും. കൂടുതൽ കേവിനുള്ളിലാകും എടുക്കേണ്ടി വരുന്നത്. നമുക്ക് എന്തിന് അവരെ എതിർത്തെടുക്കാൻ ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്ന് അലൈസാകാനാണ് പറഞ്ഞു വരുന്നത്. ശിവനോടെ എത്തിയതെല്ലാം കാണുന്നുണ്ട്. അവർക്കും ടെൻഷനായി. ലെവൽ 8 എന്ന് പറയുമ്പോൾ ഡൗസൺ ലെവൽ. അതിനുശേഷം വേറെ എവിടെയോ മുൻപ് ഫൈറ്റ് ചെയ്ത ആളെ വേറൊരുത്തന്നെ പിടിച്ചോണ്ട് വന്നു. രണ്ടാൾക്കും മോഷ്ടിച്ചാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഷോങ് ചാൻ എന്ന പേരുള്ള ഒരാൾ നീ ആരുടെ ടെറിട്ടറിയിലാണ് വന്ന് എടുക്കാൻ ശ്രമിച്ചതെന്ന് നിനക്ക് അറിയില്ല. അവരടിക്കാനായിട്ട് തുടങ്ങിയ അതുകൊണ്ടല്ല, അറിഞ്ഞുകൊണ്ടല്ല. എന്നാൽ ഷോങ് ദേശത്ത് നിൽക്കുമ്പോൾ ഇതിന് കാരണം പ്രിൻസിപ്പ കൂടെയാണ്. ഇവരെ കൊന്നവരെ പേടിപ്പിച്ചാലോ. പിന്നെ ഒരാൾക്ക് മിസ്റ്റേക്ക് കയറാൻ ധൈര്യം കാണിക്കില്ല. ഷോങ്ങും സമ്മതിക്കുന്നുണ്ട്. അവരെ കൊണ്ടുപോകുമ്പോൾ പറയുന്നുണ്ട് നമ്മളൊന്നും ചെയ്യല്ലേ, വെറുതെ വിട്, നിന്നൊക്കെ ഫ്രൈ ചെയ്ത് തിന്നടാ എന്നൊക്കെ പറഞ്ഞു പോയി. പെട്ടെന്ന് ഡോറും പൊളിച്ച രണ്ടുപേരും വന്നു വീണു. ഒരു കൊച്ചു പെണ്ണിന്റെ നിഴല് അത് സിയാനാണെന്ന് കണ്ടറിയാം. പിന്നെ എന്താണെന്ന് കാണിക്കുന്നില്ല. സോങ്കുങ്ങിന്റെ അവിടെ ഇത് കഴിഞ്ഞാൽ ആര് പറയുന്നതെന്ന് കൊത്തില്ല എന്ന് ആര് കണ്ട് എന്ന് ഒരുത്തൻ പറയുമ്പോൾ സോങ്കുങ് അതിനൊരു എഗ്രിമെന്റ് വയ്ക്കാം. മോൺസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്ത അലൈസായവരെ അറ്റാക്ക് ചെയ്യരുത്. അങ്ങനെ വല്ല ആയ തേടി പിടിച്ച് അടിക്കും. സോങ്കുങ്ങിന് വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സമ്മതിച്ചു. സിയോൻ ഇതെല്ലാം കേട്ടിട്ട് ഞാൻ സ്ട്രേഞ്ചറിന് കൂടെ നിൽക്കില്ല. സോങ്കുങ്ങും കാവയിങ്ങും ഹാപ്പി. പെട്ടെന്നാണ് ഒരു അറ്റാക്ക്. അവൻ മാറി കൊടുത്ത് നോക്കുമ്പോൾ ഷോങ് സെറ്റ്. നിനക്കിപ്പോൾ ലക്കില്ലല്ലോടാ, അതിന് ശിവ നിന്നെ ഇപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യാം. അപ്പോൾ അവിടെ ചെറിയൊരു എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡ് ബാക്കി കാണാം. ഓക്കെ ബൈ.